Good afternoon, everybody. Good afternoon, Miss. Thank you so much. എല്ലാവരും ലഞ്ചൊക്കെ കഴിച്ചോ? Yes, Miss. Yes. ഓക്കെ, വീഡിയോ ഓൺ ചെയ്ത മക്കളെല്ലാവരും. മിസ് എന്റെ ക്യാമറയ്ക്ക് ചെറിയ പ്രോബ്ലം ഉണ്ട്. ആരുടെ ക്യാമറക്കാ പ്രോബ്ലം? ജൂലിയറ്റിനോ? ജൂലിയറ്റ് ജോസ്. ആണോ? രാവിലെ ചേട്ടായിക്കൊന്നും കുഴപ്പമുണ്ടായില്ലല്ലോ. ചേട്ടൻ മൊബൈലിലെ കൂടിയേ. ഓ, ചേട്ടൻ മൊബൈലിലെ കൂടിയേ. മോളേതില്ല? കമ്പ്യൂട്ടറിലാണോ? കമ്പ്യൂട്ടർ. എന്നാ എനിക്കും മൊബൈലിൽ കയറിയാ പോരായിരുന്നോ? ഓക്കെ മിസ് ചാർജ് ഇല്ല. ഓക്കെ ഓക്കെ. ഷാൽവിൻ ജിമ്മി തരാ. ഏഞ്ചൽ റോസ് ബെഞ്ചമിൻ. വീഡിയോ ഓൺ ചെയ്ത മക്കളെല്ലാവരും വീഡിയോ ഓൺ ചെയ്തേ. ഓക്കെ. ഗുഡ് ആഫ്റ്റർനൂൺ മിസ്. ഗുഡ് ആഫ്റ്റർനൂൺ. നമ്മൾ അണ്ണാറക്കണ്ണനും തന്നാലായതെന്ന ചാപ്റ്ററാണ് എടുത്തത് അല്ലേ? ആ ചാപ്റ്റർ കഴിഞ്ഞില്ലേ? യെസ്. ആ ക്ലാസ്സിൽ ഇല്ലാത്തവരുണ്ടോ ഇപ്പോ? ആ പാഠം എടുക്കുമ്പോൾ ക്ലാസ്സിൽ ഇല്ലാത്ത മക്കൾ ആരെങ്കിലും ഉണ്ടോ? നോ, എല്ലാവരും ഉണ്ടായതാണ്. അപ്പോൾ കഴിഞ്ഞു അല്ലേ? ആ ചാപ്റ്റർ കഴിഞ്ഞിരിക്കുകയാണ്. നമ്മളത് വായിച്ചിനോ? ഓക്കെ, വായിപ്പിക്കാം കേട്ടോ. മിസ് കുറച്ച് വർക്ക് പറഞ്ഞിട്ടാകുമ്പം വായിപ്പിക്കാം. ഓക്കെ, എല്ലാവരും ടെക്സ്റ്റ് ബുക്ക് എടുത്തേ. പേജ് നമ്പർ 56. പേജ് നമ്പർ 56. ഷെഹ്മ, where is your uniform? വീഡിയോ ഓൺ ചെയ്. ഓ, ഇടാൻ മറന്നോ എനക്ക്? അതേ മുളുസെ, വേഗം പെട്ടെന്ന് പോയി എടുത്തിട്. എല്ലാവരും വീഡിയോ ഓഫ് ചെയ്ത് എന്താ ചെയ്യുന്നത്? റിലു, ആൻജോ, സിദ്ധാന്ത്, തീർത്ഥ. ആകെ വീഡിയോ ഓൺ ചെയ്തിരിക്കുന്ന ആകെ 2, 3 കുട്ടികൾ, 4 കുട്ടികളല്ലേ ഉള്ളൂ. ബാക്കി എല്ലാവരും ഓഫ് ചെയ്തിരിക്കുന്നത് എന്താ? ഓക്കെ, പദപരിചയം. പേജ് നമ്പർ 56. ഫസ്റ്റ് വർക്ക് നോക്കിയേ, പദപരിചയം. വേണല്ലേ? All of you turn on your video. ആർക്കാ കേൾക്കാത്തെ? ആര്, ഞാനോ? ഓക്കെ, ഫസ്റ്റ് വർക്ക് നോക്കിയേ, പദപരിചയാണ്. അതിലുള്ള പദങ്ങൾ നോക്കിയേ. പൊരുത്തം. പൊരുത്തം എന്ന് പറഞ്ഞാൽ എന്താ? പൊരുത്തം. ഷെഹുമ കൈകൊണ്ട് കാണിക്കുന്നുണ്ട്. ചേർച്ച അല്ലേ? പൊരുത്തം എന്ന് പറഞ്ഞാൽ ചേർച്ച. ഓക്കെ, അതിന്റെ താഴെ നോക്കിയേ, മിടുക്ക്. മിടുക്ക് എന്ന് പറഞ്ഞാലോ? അവന് നല്ല മിടുക്കാണെന്ന് പറഞ്ഞ എന്താ? അവന് നല്ല മിടുക്കുണ്ട്, പഠിക്കാനൊക്കെ നല്ല മിടുക്കാണെന്ന് പറഞ്ഞാല് സാമർത്ഥ്യം. യെസ്. ഇത്തിരി. ഇത്തിരി എന്ന് പറഞ്ഞാലോ? സാമുവേൽ പേജ് മറിക്കുന്നത്രയോ മോനെ? കണ്ടില്ലേ? പേജ് നമ്പർ 56 കണ്ടോ? ഓ, കണ്ടു. ഓക്കെ ഓക്കെ.
അതിൽ പൊരുത്തം എന്ന് പറഞ്ഞാൽ ചേർച്ച, മിടുക്ക്, സാമർത്ഥ്യം. ഇത്തിരി മതി, എനിക്ക് ചോറ് ഇത്തിരി മതി എന്ന് പറയില്ലേ നിങ്ങൾ? ഇത്തിരി എന്ന് പറഞ്ഞാൽ എന്താ? കുറച്ച്. കുറച്ച്. ഓക്കെ ഓക്കെ. തൊഴുക, തൊഴുക എന്ന് പറഞ്ഞാൽ എന്താ അറിയാലോ? കൈകൂപ്പുക. കൈകൂപ്പുക. നിരപ്പാക്കുക. പരത്തുക. യെസ്, നിരപ്പാക്കുക. സോറി, നികത്തുക എന്ന് പറഞ്ഞാൽ നിരപ്പാക്കുക അല്ലേ? നികത്തുക എന്ന് പറഞ്ഞാൽ നിരപ്പാക്കുക. അനുബന്ധിച്ച്, അതോടനുബന്ധിച്ച് എന്താ? കൂട്ടിച്ചേർന്ന. ഓക്കെ. വാനരൻ, കുരങ്ങൻ. 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 പ്രയത്നം, അധ്വാനം. അധ്വാനം. ഓ, അധ്വാനം. ഉത്സാഹം, സന്തോഷം. 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 കൂടാരം, വീട്. കൊട്ടാരം. അതായത് താൽക്കാലികമായി നമ്മൾ താമസിക്കാൻ ഉണ്ടാക്കുന്ന ആ ഒരു വീട് അല്ലേ? സ്ഥിരതാമസത്തിനല്ല, താൽക്കാലികമായി നമ്മൾ താമസിക്കാൻ കിട്ടുന്ന ടെന്റ് എന്നെല്ലാം പറയില്ലേ, അതാണ് കൂടാരം. കുറച്ച് ദിവസങ്ങൾക്ക് അല്ലെങ്കിൽ കുറച്ച് മണിക്കൂറുകൾക്കേക്ക് മാത്രമുള്ളത്. മനസ്സിലായോ? ഓക്കെ. ചിറ, ചിറ പറഞ്ഞ അണ കെട്ടുക അണാന്നർത്ഥം. മനസ്സിലായോ? നടന്നു പോകാനുള്ള ഒരു വഴി, വെള്ളത്തെ തടഞ്ഞു നിർത്തി, വെള്ളമാണെങ്കിൽ വെള്ളത്തെ തടഞ്ഞു നിർത്തി അതിൽ നടക്കാനുള്ള ഒരു വഴി, അണ. ഓക്കെ. അണ. പിന്നെന്താ ഇവിടെ കളിക്കുന്നേ? സിദ്ധു, വാട്ട്സ് യുവർ പ്രോബ്ലം? കേൾക്കുന്നില്ലേ? കേൾക്കാൻ പറ്റുന്നുണ്ട്. ആ, കുറുമ്പ്. യെസ്, വികൃതിത്തരം അല്ലേ? കുറുമ്പ് കാട്ടുക എന്ന് പറഞ്ഞാൽ വികൃതിത്തരം അല്ലേ? അനുഗ്രഹം, പ്രസാദം. വരം. വരം. പ്രസാദം, വരം അല്ലേ? അതാണ് അനുഗ്രഹം. എന്നെ ഒന്ന് അനുഗ്രഹിക്കണം എന്ന് പറഞ്ഞാൽ നമ്മളെ ഒന്ന് അനുഗ്രഹിക്കണം തന്നെ അല്ലേ? എന്നെ ഒന്ന് അല്ലേ? അതിൻ്റെ പദം അത്ര തന്നെ അല്ലേ? ഉത്തരം കണ്ടെത്താം. അണ്ണാറക്കണ്ണനും തന്നാലായത് എന്ന നാടകത്തിലെ കഥാപാത്രങ്ങൾ ആരെല്ലാം? ആരൊക്കെയാണ് കഥാപാത്രങ്ങള്? സാമുവൽ പറഞ്ഞേ. ഞാൻ ചോദിക്കുന്നവർ പറഞ്ഞാൽ മതിയേ. അണ്ണാറക്കണ്ണൻ തന്നാലായത് എന്ന കഥയിലെ കഥാപാത്രങ്ങൾ ആരൊക്കെയാണ്? സാമുവൽ പറഞ്ഞേ. സാമുവലിനെ വിളിക്കുമ്പോഴത്തേക്ക് വീഡിയോ ഓണാക്കി അല്ലേ? ഓഫാക്കി. സാമുവൽ, മിസ് പറയുന്ന കേൾക്കുന്നുണ്ടോ മോനെ? മോനൊന്ന് പറഞ്ഞേ ആരൊക്കെ ഈ നാടകത്തിൽ? പുസ്തകം നോക്കാണ്ട് ഒന്ന് നിന്റെ ഓർമ്മയെന്ന് പറ. കഥ ഓർമ്മയില്ലേ മോനെ? ആ ഓർമ്മയെന്നൊന്ന് പറഞ്ഞേ. ആ, നോക്കിക്കോ, പുസ്തകം നോക്കിക്കോ, തെറ്റില്ല, നോക്കുന്നതിൽ കുഴപ്പമില്ല. ടെക്സ്റ്റ് ബുക്ക് വായിച്ചില്ലെങ്കിൽ ഇപ്പൊ പെട്ടെന്ന് ഉത്തരം പറയാൻ പറ്റും. ടെക്സ്റ്റ് ബുക്ക് വായിച്ചില്ല. ഓ, മനുവും കൂട്ടുകാരും. ഓക്കെ. അപ്പൊ മനു അവതരിപ്പിക്കുന്ന കഥാപാത്രം ഏതാ? വേണ്ട, ഞാൻ ചോദിക്കുവേ. ഇപ്പം സാമുവൽ പറയട്ടെ. നിങ്ങൾ ഫോണിൽ കൈ തൊടണ്ട, ഞാൻ ചോദിച്ചു തീർന്നതിന് ശേഷം മതി. സാമുവൽ അൺമ്യൂട്ട് ചെയ്തേ. ഓക്കെ, ഇനി പറയൂ. മനു ഏത് കഥാപാത്രമാണ് അവതരിപ്പിക്കുന്നേ? ഇനി നീ ഫോണിൽ കൈ തൊടണ്ട, ഞാൻ പറയുമ്പോൾ മാത്രം മ്യൂട്ടാക്കിയാൽ മതി. ഓക്കെ. മനു അവതരിപ്പിക്കുന്ന കഥാപാത്രം ശ്രീരാമന്റെ അല്ലേ? ശ്രീരാമന്റെ വേഷമാണ് മനു അവതരിപ്പിക്കുന്നത് അല്ലേ സാമുവലേ? അതെ. പിന്നെ സുഗ്രീവന്റെ ഭാഗം അവതരിപ്പിക്കുന്നത് ആരാണ്? പേജ് നമ്പർ 53 നോക്കിയേ. പേജ് നമ്പർ 53 ഫസ്റ്റ് പാരഗ്രാഫ് കഴിഞ്ഞ പാഠം. മിസ്സേ, ഞാൻ പറയട്ടെ? വേണ്ട മുളുസേ, സാമുവൽ പറയും. അവൻ നോക്കി പറയട്ടെ.
ഓക്കെ, നിങ്ങൾക്കറിയാം, എനിക്കറിയാം. നോക്കട്ടെ, സാമുവൽ പറയട്ടെ. സാമുവലിനോട് ആരാ ഇപ്പം മ്യൂട്ടാക്കാൻ പറഞ്ഞേ? രാജാവ്. സുഗ്രീവന്റെ ഭാഗം അവതരിപ്പിക്കുന്നത് ആരാണ്? അപ്പുക്കുട്ടൻ. യെസ്. എന്റെ സാമുവല്, നീ ടെക്സ്റ്റ് ബുക്ക് വായിച്ചില്ല അല്ലേ? സാമുവല് ടെക്സ്റ്റ് ബുക്ക് വായിച്ചോ? മിസ് കഴിഞ്ഞ തവണ നിന്റെ പേര് വിളിച്ച് പ്രത്യേകം പറഞ്ഞതായിരുന്നു സാമുവല് ടെക്സ്റ്റ് ബുക്ക് വായിക്കണം എന്ന്. വായിച്ചില്ലല്ലോ? വായിച്ചോ? ഇല്ല. അണ്ണാറക്കണ്ണനായി ആരാ വേഷം ഇടുന്നത്? ആൻജോ. ആൻജോ ജോസഫ്. അണ്ണാറക്കണ്ണനായി ആരാ വേഷം ഇടുന്ന മോനെ? ആൻജോ പറഞ്ഞേ. യെസ്, ആരൊക്കെയോ പറയുന്നുണ്ട്, എനിക്ക് മനസ്സിലാവുന്നുണ്ട്. നിങ്ങൾ വായ അനങ്ങുമ്പോൾ എനിക്ക് മനസ്സിലാകും. ആൻജോ എവിടെ പോയോ? പേര് വിളിക്കുമ്പോൾ ഓടിപ്പോയോ? ഷെഹുമ പറഞ്ഞേ. ആരാ? ഷെഹുമ വി പറ. സഞ്ജു. ഓക്കെ. അട്ടെ, നാടകത്തിന്റെ പേരെന്താ? ഫാത്തിമ കെ. ഷെഹുമ, ഫാത്തിമ ഷെഹുമ കെ. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ നമുക്ക് നോക്കാം. അപ്പോൾ അണ്ണാറക്കണ്ണൻ തന്നാലായത് എന്ന നാടകത്തിലെ കഥാപാത്രങ്ങൾ ആരൊക്കെയെന്ന് പറഞ്ഞില്ലേ? കഥാപാത്രങ്ങൾ മനുവും കൂട്ടരുമാണ്. മനു ശ്രീരാമന്റെ വേഷം, സുഗ്രീവന്റെ ഭാഗം അപ്പുക്കുട്ടൻ, അണ്ണാറക്കണ്ണനായി സഞ്ജു. ഓക്കെ. അണ്ണാറക്കണ്ണൻ മണ്ണ് ചുമന്നത് എങ്ങനെയാ? ജൂലിയറ്റ് പറഞ്ഞ മോളെ. ജൂലിയറ്റ് പറഞ്ഞേ. വെള്ളത്തിന്റെ അടിയിൽ പോയിട്ട് ദേഹത്ത് മണ്ണ് പറ്റിച്ച്, ദേഹത്ത് വെള്ളം നനച്ച് മണ്ണ് പറ്റിക്കുന്നല്ലേ? ഓക്കെ. അതായത് സ്വന്തം ശരീരം വെള്ളം നനച്ച് അതിനുശേഷം മണ്ണും കൊണ്ട് പോകുന്നു. അപ്പം ദേഹത്തൊക്കെ മണ്ണ് പറ്റി പിടിക്കും അല്ലേ? അണ്ണാറക്കണ്ണനെ ജോലി ചെയ്യാൻ പ്രേരിപ്പിച്ചത് എന്താ? ഏഞ്ചൽ റോസ് പറഞ്ഞേ. അണ്ണാറക്കണ്ണനെ ജോലി ചെയ്യാൻ പ്രേരിപ്പിച്ചത് എന്തിനാണ്? അണ്ണാറക്കണ്ണനും ജോലി ചെയ്തത്. ആ പ്രേരിപ്പിക്കാൻ കാരണം എന്താ? ജൂലിയറ്റ് കേൾക്കുന്നുണ്ടോ മോളെ? ആ, ജൂലിയറ്റ് പറഞ്ഞു. ഓക്കെ. ഞാൻ ആരോടാ ചോദിച്ചേ? ഏഞ്ചലിനോട്. ഏഞ്ചൽ. ശ്രീരാമന് വേണ്ടി ചെയ്യുന്നതായതുകൊണ്ട്. ശ്രീരാമന് വേണ്ടി ചെയ്യേണ്ടതായതുകൊണ്ട്. ശ്രീരാമസ്വാമിക്ക് വേണ്ടി ചെയ്തതാണ് അല്ലേ? അദ്ദേഹത്തിന് വേണ്ടി ആയതുകൊണ്ടാണ് ചെയ്യുന്നത്. അപ്പൊ ഇത്രയും ചെറിയ ആളോടാണോ ചെയ്തോണ്ട് വെച്ചപ്പോ എന്താ പറഞ്ഞേ? ശ്രീരാമസ്വാമി ഇത്രയും വലിയ ആളായിട്ടും ഇത്രയും കഴിവുള്ള ആളായിട്ടും ആരെ ഏൽപ്പിച്ചേ? വാനരന്മാരെയാണ് ജോലി ഏൽപ്പിച്ചത് അല്ലേ? അപ്പോൾ വാനരന്മാരെ കൊണ്ട് ജോലി ചെയ്യിപ്പിക്കുമ്പോൾ അണ്ണാറക്കണ്ണനും സഹായിക്കാം, എനിക്കാവുന്നത് ഞാനും ചെയ്യും. സാമുവൽ പറഞ്ഞേ. ഇപ്പൊ ഞാൻ പറഞ്ഞ ആൻസർ സാമുവൽ എന്ന് പറഞ്ഞേ. അണ്ണാറക്കണ്ണനെ ജോലി ചെയ്യാൻ പ്രേരിപ്പിച്ചത് എന്താ? നീ ക്ലാസ്സിൽ ശ്രദ്ധിക്കുന്നുണ്ടോ എന്നറിയാൻ വേണ്ടിയാ ഞാൻ ചോദിച്ചേ. മോനെ, മിസ് ഇവിടെ പറയുന്നത് അത് ശ്രദ്ധിക്കേ. ഓ, കട്ടായിട്ടൊന്നുമില്ല, ഞാൻ നിന്നെ കാണുന്നുണ്ടല്ലോ സാമുവലെ. പറയുന്നത് ശ്രദ്ധിക്കുക. ഓക്കെ, പറയുന്ന കാര്യം ശ്രദ്ധിച്ച് മനസ്സിലാക്കുക. അണ്ണാറക്കണ്ണനെ ജോലി ചെയ്യാൻ പ്രേരിപ്പിച്ചത് ശ്രീരാമസ്വാമി അല്ലേ? ഭഗവാനല്ലേ? ഇവിടെ ശ്രദ്ധിക്കേ. ശ്രീരാമസ്വാമിക്ക് വേണ്ടി ആയതുകൊണ്ടാണ് അണ്ണാറക്കണ്ണനും ഇത്തിരി പോകുന്ന അണ്ണാറക്കണ്ണനും ജോലി ചെയ്യാൻ തയ്യാറായത്. മനസ്സിലായോ? ഇപ്പൊ മനസ്സിലായോ സാമുവൽ? സാമുവൽ സ്ട്രക്കായി. എന്തെങ്കിലും ക്വസ്റ്റ്യൻ ചോദിക്കുമ്പോഴത്തേക്ക് ഒന്നിക്കിൽ എല്ലാവരും ലീവ് ചെയ്യും, അല്ലെങ്കിൽ സ്ട്രക്കാവും അല്ലേ? ഇതാരാ ഈ സൂത്രം നിങ്ങൾക്ക് പറഞ്ഞു തന്നേ?
ജോലി ചെയ്യുന്നവരോട് ശ്രീരാമസ്വാമിയുടെ സമീപനം എന്തായിരിക്കും എന്നാണ് അണ്ണാറക്കണ്ണൻ പറഞ്ഞത്. സെൽന പറഞ്ഞേ. ജോയൽ ക്ലാസ്സിൽ ഇരുന്ന് തന്നെയല്ലേ അല്ലേ? ഓക്കെ. സെൽന പറഞ്ഞോളെ. മിസ് കേട്ടില്ല. ഇവിടെ അമ്പലത്തിൽ ഉത്സവം പറഞ്ഞത് കേട്ടില്ല. ഒന്നും കേൾക്കുന്നില്ല. ജോലി ചെയ്യുന്നവരോട് ശ്രീരാമസ്വാമിയുടെ സമീപനം എന്തായിരിക്കും എന്നാണ് അണ്ണാറക്കണ്ണൻ പറയുന്നത്. ഇപ്പൊ കേട്ടോ? അൺമ്യൂട്ട് ചെയ്യുമോളെ. ഇനി പറയേ. ഉണ്ടോ ഫോർത്തിന്റെ? വരുന്നു. പറയുന്നുണ്ടോ മോളുസേ? എവിടെ പോയോ? ഇല്ല, പറ. എല്ലാവരും അറ്റൻഡൻസ് ടൈപ്പ് ചെയ്തോ മക്കളെ? ആരാധ്യ ഇല്ല അല്ലേ? മിസ് പേര് വിളിക്കുന്നവരൊന്ന് പറയണേ. എയ്മി ഇല്ല, ആരാധ്യ ഇല്ല, അലൻ മാത്യു ദിലീപും ഇല്ല അല്ലേ? അലൻ പി സാംസൺ, ആൻജോ, ആസിയത് സഫ ഇല്ല, ആവണി മഹേഷ് ആരുമില്ലല്ലോ. എഡ്വിൻ തോമസ് ഇല്ല. എറിക് ആന്റോണിയോ, എറിക് ഉണ്ടോ? സന, ഫാത്തിമത്ത് സന, ഷഹുമ കെ, ഷഹുമ വി, ജോൽ റോസ്, ജോഹാന, ജോമൽ ജോ, ജൂലിയറ്റ് ജോസു. അവർ രണ്ടുപേരും ഇല്ലല്ലോ. ജൂലിയൻ ജോമൽ ഇല്ല മിസ്. ജൂലിയറ്റ് ജോസ്. ജൂലിയറ്റ് ഉണ്ടോ? യെസ് മിസ്. ഓക്കെ ഓക്കെ, അവർ രണ്ടുപേരും ഇല്ല. ഓക്കെ. മുഹമ്മദ് കൈസ് ആബ്സെന്റ്. കൈസ് ആബ്സെന്റ്. ജോയൽ ഉണ്ടല്ലേ. മുഹമ്മദ് ഷാൻ. ഇതെന്താ ഇത്രയും ആബ്സെന്റ്? ഷസിൻ ആബ്സെന്റ്. നവമി ഉണ്ട്. നിത ഫാത്തിമ ഉണ്ടോ? യെസ്. ഓക്കെ. നിഹാര രാജേഷ്, റിലു ഉണ്ട്, സാമുവൽ ഉണ്ട്, സെൽന ഉണ്ട്, സിദ്ധാന്ത് ഉണ്ട്. ടോഷിൻ ഇല്ല അല്ലേ? നോ മിസ്. ഹസ്ന ഷെറിൻ ആബ്സെന്റ്. ബെനീറ്റ ഉണ്ട്. ഏഞ്ചൽ എൽസ സെബാസ്റ്റ്യൻ ഉണ്ടോ? യെസ്. ഇല്ല. ഏഞ്ചൽ എൽസ ഉണ്ടോ? നോ മിസ്. മുഹമ്മദ് ഷസിൻ ഉണ്ടല്ലേ. ഏഞ്ചൽ എൽസ ഇല്ലല്ലോ. തീർത്ഥലക്ഷ്മി ഉണ്ട്. ഒരുപാട് ആബ്സെന്റ് ആണല്ലോ ഇന്ന്. ഓക്കെ. അപ്പോൾ ഞാൻ എന്താ ചോദിച്ചേ? ഇപ്പോൾ ശ്രീരാമസ്വാമിയുടെ സമീപനം, അതിന് ഉത്തരം വന്നില്ലല്ലോ. ഏഞ്ചലിനെ അറിയുന്നില്ല.
ജോലി ചെയ്യുന്നവരോട് ശ്രീരാമസ്വാമിയുടെ സമീപനം എന്തായിരിക്കും എന്നാണ് അണ്ണാറക്കണ്ണൻ പറഞ്ഞത്? മിസ് സെൽനോട് ചോദിച്ചിനെ. ആ ഓക്കെ, സോറി. സെൽന, എന്താ സെൽന അറിയോ? ജോലി ചെയ്യുന്നവരെ ശ്രീരാമസ്വാമി ശല്യപ്പെടുത്തുകയില്ല, അങ്ങനെയാണ് അണ്ണാറക്കണ്ണൻ പറഞ്ഞത്. എന്താ പറഞ്ഞത്? പറഞ്ഞു സെൽന. ജോലി ചെയ്യുന്നവരെ ശ്രീരാമസ്വാമി ശല്യപ്പെടുത്തുകയില്ല. ഓക്കെ. അടുത്തത്, ചിറകെട്ടാൻ വാനരന്മാരെ സഹായത്തിന് വിളിച്ചതിലൂടെ തെളിയുന്നത് എന്താ? ചെറിയവർക്കും ചിലതൊക്കെ സാധിക്കും അല്ലേ? അണ്ണാറക്കണ്ണനും തന്നാലായതുപോലെ വാനരന്മാരെ അത് ചെയ്യാൻ നിയോഗിച്ചത് എന്താ? അവർക്കും എന്തെങ്കിലും ചെയ്യാൻ പറ്റും അല്ലേ? ശ്രീരാമസ്വാമി ഒറ്റയ്ക്ക് വിചാരിച്ചാൽ തന്നെ അത് ചെയ്യാൻ പറ്റുന്നതാണ്. പക്ഷേ ഇത്തിരി പോന്ന വാനരന്മാരെയാണ് ശ്രീരാമസ്വാമി ഈ ജോലി ഏൽപ്പിച്ചത്. അപ്പോൾ അതിൻ്റെ ഉദ്ദേശം എന്താ? അവർക്കും ചെറിയവർക്കും ജോലി ചെയ്യാൻ പറ്റും അല്ലേ? അവരെ കൊണ്ടാകുന്നത് അവർക്കും ചെയ്യാൻ പറ്റും. നിങ്ങൾ നിങ്ങളുടെ വീട്ടിൽ ജോലികൾ ചെയ്യാറുണ്ടോ? ഏതെങ്കിലും രീതിയിൽ പേരൻസിനെ നിങ്ങൾ ഹെൽപ്പ് ചെയ്യാറുണ്ടോ? യെസ് മിസ്. ഓക്കെ. നിങ്ങൾക്ക് പറ്റുന്ന രീതിയിൽ നിങ്ങൾ അവരെ ഹെൽപ്പ് ചെയ്യുക, ഏത് രീതിയിലായാലും. ഓക്കെ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ എന്താ? അണ്ണാറക്കണ്ണനെ ശ്രീരാമസ്വാമി തലോടിയപ്പോൾ എന്ത് സംഭവിച്ചു? എന്താ സംഭവിച്ചേ? തീർത്ത പറഞ്ഞ മോളെ. അണ്ണാരക്കണ്ണന്റെ പുറത്ത് 3 വരകൾ പ്രത്യക്ഷപ്പെട്ടു. അണ്ണാറക്കണ്ണന്റെ മുതുകത്ത് 3 വരകൾ പ്രത്യക്ഷപ്പെട്ടു അല്ലേ? ശ്രീരാമസ്വാമി തലോടിയപ്പോൾ 3 വരകൾ പ്രത്യക്ഷപ്പെട്ടു. അദ്ദേഹം അണ്ണാറക്കണ്ണനെ അനുഗ്രഹിച്ചതാണ് അല്ലേ? അനുഗ്രഹിച്ചതാണ്. സ്വാമി, അടിയന്റെ ഭാഗ്യം അണ്ണാറക്കണ്ണൻ ഭാഗ്യമായി കരുതുന്നത് എന്താ? നവമി പറഞ്ഞ മോളെ. എന്താ ഭാഗ്യമായി കരുതുന്നത്? ശ്രീരാമസ്വാമി അനുഗ്രഹിച്ചത്. അതെ, ശ്രീരാമസ്വാമിയുടെ അനുഗ്രഹം കിട്ടിയതാണ് അണ്ണാറക്കണ്ണൻ ഭാഗ്യമായി കരുതുന്നത് അല്ലേ? ഷെസിൻ, എന്തിനാ ഈ വീഡിയോ ഓഫാക്കിക്കൊണ്ടിരിക്കുന്നേ? അതൊരു രസാണോ? ആവശ്യമില്ലാതെ ഈ ഫോൺ ഇങ്ങനെ ഞെക്കിക്കൊണ്ടിരിക്കുന്നതിന്റെ ഉദ്ദേശം എന്താ? അടുത്ത നോക്കിയേ, 3-ാമത്തെ പദം പിരിച്ചെഴുതാം. എങ്ങനെ എഴുതാം? പിരിച്ചെഴുതണം. മാതൃക നോക്കിയേ, പരീക്ഷിക്കാനാണ്. അതെങ്ങനെ പിരിച്ചെഴുതാം? പരീക്ഷിക്കാൻ ആണ് അല്ലേ? പരീക്ഷിക്കാൻ ആണ്. തന്നാലായത്, അതെങ്ങനെ എഴുതാം? തന്നാൽ പ്ലസ് ആയത്. അവനാണ്. സാമൂല് പറഞ്ഞ മോനെ, അതെങ്ങനെ എഴുതാം? അവനാണ്. അവനാണ് എങ്ങനെ പിരിച്ചെഴുതുക? അവൻ പ്ലസ് ആണ്, അവനാണ് അല്ലേ? ആണോ? അണ്ണാറക്കണ്ണനായി എങ്ങനെ പിരിക്കാം? ഷെസിൻ പറഞ്ഞേ, അണ്ണാറക്കണ്ണനായി എങ്ങനെ പിരിച്ചെഴുതാം? ഷെസിൻ അൺമ്യൂട്ട്. പറ, എങ്ങനെ അത് പിരിച്ചെഴുതാം മോനെ?
മിസ്സേ ഞാൻ പറയട്ടാ. ഷെസിന് അറിയില്ല? ഷെഹ്മ പറ. അണ്ണാരക്കണ്ണൻ പ്ലസ് ആയത്. അണ്ണാറക്കണ്ണനായി അല്ലേ? അണ്ണാറക്കണ്ണൻ പ്ലസ് ആയി. അണ്ണാറക്കണ്ണൻ പ്ലസ് ആയി. അണ്ണാറക്കണ്ണനായി എന്നാണ് അല്ലേ? ഓക്കെ. ബ്രാക്കറ്റിൽ തന്നിരിക്കുന്ന പദങ്ങൾ ചേർത്ത് വാക്യങ്ങൾ നിർമ്മിക്കണം. അവിടെ കുറച്ച് പദങ്ങൾ, 3-4 പദങ്ങൾ അവിടെ തന്നിട്ടുണ്ട്. അത് ഒന്നിച്ച് കൂട്ടി ഒരു മീനിങ് സെന്റൻസ് ആക്കണം. മാതൃക നോക്കിക്കോ. മണ്ണ്, മുങ്ങി, വേണ്ടി, വെള്ളം. അപ്പോൾ അത് അവിടെ തന്നെ കൊടുത്തിട്ടുണ്ട്. എന്താ? മണ്ണെടുക്കാൻ വേണ്ടി വെള്ളത്തിൽ മുങ്ങി. ആ 4 സെന്റൻസ്, 4 വാക്കുകൾ കൂട്ടി എഴുതിയാൽ ഒരു അർത്ഥമുള്ള ഒരു സെന്റൻസ് ആകും. അപ്പോൾ മണ്ണ്, മുങ്ങി, വേണ്ടി, വെള്ളം. അപ്പോൾ അത് കൂട്ടി എഴുതി എങ്ങനെ വായിക്കാം? മണ്ണെടുക്കാൻ വേണ്ടി വെള്ളത്തിൽ മുങ്ങി. ഓക്കെ. അതേപോലെ അടുത്തത് നോക്കിയേ, എങ്ങനെ എഴുതാം? തിരുമേനി സ്ഥാനം തടവി 3 വരകൾ. അതെങ്ങനെ ഒരു അർത്ഥമുള്ള ഒരു വാക്യാക്കി മാറ്റാം? തിരുമേനി തടവി സ്ഥാനം 3 വരകൾ. എങ്ങനെ? തിരുമേനി തടവിയ സ്ഥാനത്ത് 3 വരകൾ. അതാരാ പറഞ്ഞപ്പോ? ജൂലിയറ്റ്. ജൂലിയറ്റ്. ഓക്കെ. തിരുമേനി തടവിയ സ്ഥാനത്ത് 3 വരകൾ. ചെറുത് കാണരുത് ആരെയും. ചെറുതായി കാണരുത് ആരെയും ചെറുതായി കാണരുത്. ആരെയും ചെറുതായി അല്ലേ? അവൻ ചെറുതാണ് എന്ന് പറഞ്ഞ് അവനെ മാറ്റി നിർത്തരുത് ആരും. അവൻ ചെറുതായിക്കോട്ടെ, അവൻ ചെറുതായാലും അവന് ചെയ്യാൻ പറ്റുന്ന കാര്യം എന്തെങ്കിലും ഉണ്ടാകും. അപ്പോൾ ആരെയും നമ്മൾ ചെറുതായി കാണണ്ട അല്ലേ? നിസ്സാരമായി ആരെയും കാണണ്ട. ഒരു കാര്യമല്ലെങ്കിൽ മറ്റൊരു കാര്യം അവരെ കൊണ്ട് നമുക്ക് ആവശ്യം വരും അല്ലേ? അവർക്ക് പറ്റുന്ന കാര്യമായിരിക്കും. അടുത്ത് നോക്കി മക്കളെ, എതിരായി വരുന്ന പദജോഡികൾ കണ്ടെത്താം. അവിടെ രാവും പകലും എന്നുള്ളത്. അപ്പോൾ അതുപോലെ പദജോഡികൾ. സെൽന ആരോടാ സംസാരിക്കുന്നേ? എതിരായി വരുന്ന പദജോഡികൾ പറഞ്ഞേ. ജോയൽ പറ. പറയുന്നുണ്ടോ? കാറ്റും മഴയും. ഓ, കാറ്റും മഴയും. കാറ്റും മഴയും. ഓക്കെ. പിന്നെ ആരാ പറഞ്ഞേ? ജോയൽ തന്നെയോ? വെരി ഗുഡ്, വെരി ഗുഡ്. ഇനി എന്താ പറയാനുള്ളത്? ആർക്കെങ്കിലും പറയാൻ പറ്റുമോ? കാറ്റും മഴയും. സെൽന പറഞ്ഞേ. കീരിയും പാമ്പും. കീരിയും പാമ്പും. വെരി ഗുഡ്. പിന്നെ വേറെ ആർക്കും പറയാൻ പറ്റുമോ? മുങ്ങിയും പൊങ്ങിയും. മുങ്ങി പൊങ്ങി. മുങ്ങിയും പൊങ്ങിയും. ഓക്കെ. മുന്നിലും പിന്നിലും. എവിടെ? മുന്നിലും പിന്നിലും. മുന്നിലും പിന്നിലും. ഓക്കെ. മുകളിലും താഴെയും. മുകളിലും താഴെയും. ഓക്കെ, നിങ്ങൾക്കറിയാം അല്ലേ? അതുപോലെ ജോഡികളായി പദങ്ങൾ എതിരായി വരുന്ന പദങ്ങൾ അല്ലേ? ഇപ്പൊ രാത്രിയും പകലും, രാവും പകൽ തന്നെയാണ് അത് അല്ലേ? അപ്പൊ അങ്ങനെയുള്ള കുറച്ച് വേർഡ്സ് കണ്ടുപിടിച്ച് എഴുതുക. ഇനി മാതൃക പോലെ മാറ്റി എഴുതാം. ചിറകെട്ടി. അവിടെ നോക്കിയേ, റിലു ഇപ്പൊ എഴുതുന്നുണ്ടോ? ഓക്കെ, എന്നാ ശ്രദ്ധിച്ചോ. മാതൃക പോലെ മാറ്റി എഴുതാം. ചിറ കെട്ടി. ചിറ കെട്ടുന്നു, ചിറ കെട്ടും അല്ലേ? ചിറ കെട്ടി എന്ന് പറഞ്ഞാൽ നടന്നു കഴിഞ്ഞത്.
ചിറ കെട്ടുന്നു എന്ന് പറഞ്ഞാൽ ഇപ്പോൾ നടക്കുന്നത്. ചിറ കെട്ടും എന്ന് പറഞ്ഞാൽ ഇനി നാളെ ചിലപ്പോൾ നടക്കാൻ പോകുന്നത് അല്ലേ, നടക്കാൻ പോകുന്നത്. പ്രസൻറ്റും എന്താ ഇപ്പം നടന്നുകൊണ്ടിരിക്കുന്നത് കണ്ടിന്യൂസും നാളത്തേതും പാസ്റ്റും അങ്ങനെയാണ് ഇവിടെ വരുന്നത്. ഓക്കെ, ചിറ കെട്ടി, ചിറ കെട്ടുന്നു, ചിറ കെട്ടും. അതേപോലെ ഇനി എഴുതണം. പുഞ്ചിരി തൂകുന്നു നമുക്ക് തന്നിട്ടുണ്ട്. അതിൻ്റെ ഫസ്റ്റും തേർഡും എഴുതണം. ഫസ്റ്റിൽ എന്തായിരിക്കും റിലു? പുഞ്ചിരി പുഞ്ചിരി തൂകി എന്നായിരിക്കും അല്ലേ. പുഞ്ചിരി തൂകി, പുഞ്ചിരി തൂകുന്നു, പുഞ്ചിരി തൂകും. മനസ്സിലായോ? പുഞ്ചിരി തൂകി, പുഞ്ചിരി തൂകുന്നു, പുഞ്ചിരി തൂകും. അടുത്ത് നോക്കി, അധ്വാനിച്ചു. അപ്പോൾ അധ്വാനിക്കുന്നു. ഷെസിൻ മിസ് പറയുന്ന മനസ്സിലാവുന്നുണ്ടോ? അധ്വാനിച്ചു. അടുത്തത് അധ്വാനിക്കുന്നു, അധ്വാനിക്കും. ഒരാൾ അധ്വാനിച്ചു കൊണ്ടിരിക്കുമ്പോൾ നമുക്ക് അയാളെ നോക്കി പറയാം അയാൾ അധ്വാനിക്കുന്നു. ഓക്കെ, നേരത്തെ അധ്വാനിച്ചു കഴിഞ്ഞതാണെങ്കിൽ അധ്വാനിച്ചു. ഇനി ചെയ്യാൻ പോകുന്ന കാര്യമാണെങ്കിൽ എങ്ങനെ പറയാം? അധ്വാനിക്കും. സാമുവൽ എഴുതിയോ മോനെ? മനസ്സിലായോ? മിസ് പറയുന്ന മനസ്സിലായോ സാമുവലിന്? ഉണ്ടെങ്കിൽ മാത്രം ഉണ്ട് എന്ന് പറഞ്ഞാൽ മതി, ഇല്ലെങ്കിൽ പറഞ്ഞോ, ഞാൻ ഒന്നുകൂടെ പറഞ്ഞുതരാം. മനസ്സിലായോ? ഓക്കെ ഓക്കെ. അടുത്ത് നോക്കിയേ, അതിന്റെ രണ്ടാമത്തേത് മാത്രമേ തന്നിട്ടുള്ളൂ. തലോടുന്നു. അപ്പോൾ ഫസ്റ്റ് വേണ്ട എന്തായിരിക്കും? തലോടി. എന്താ? തലോടി. തലോടി. രണ്ടാമത്തെ തലോടുന്നു. മൂന്നാമത്തെ എന്തായിരിക്കും? തലോടും. തലോടും അല്ലേ. തലോടി, തലോടുന്നു, തലോടും. ലാസ്റ്റ് വണ്ണേ ലാസ്റ്റിന്റെ കൊടുത്തുള്ളൂ. ജോലി ചെയ്യും. അപ്പോൾ ഫസ്റ്റ് സെക്കൻഡ് എന്തായിരിക്കും? ജോലി ചെയ്യുന്നു, ജോലി ചെയ്യുന്നു. ആ, ഒന്ന് ജോലി ജോലി ചെയ്തു. ജോലി ചെയ്തു. ജോലി ചെയ്യുന്നു. ചെയ്യുന്നു. പിന്നെ ജോലി ചെയ്യും അല്ലേ. ഒന്ന് ചെയ്തു, പിന്നെ ഒന്ന് ചെയ്യുന്നു, പിന്നെ ഒന്ന് ചെയ്യും. നിങ്ങൾക്ക് മനസ്സിലായില്ലേ? എല്ലാവരും എഴുതണേ. മിസ് ഇതിന് ഫോട്ടോ എടുത്ത് തരുമോ? പിന്നെ ഏഴാമത്തെ വർക്ക് നോക്കിയേ. അണ്ണാറക്കണ്ണനുമായി ബന്ധപ്പെട്ട ചൊല്ലുകൾ ശേഖരിക്കാം. അത് നിങ്ങൾക്ക് പറ്റുമോ? കുറച്ച് പഴഞ്ചൊല്ലുകൾ ശേഖരിച്ച് എഴുതണം. ഒരു 4 or 5 മതി, കിട്ടുന്നത്രയും. ഒന്ന് ശ്രമിച്ചു നോക്കൂ കേട്ടോ. ഇനി സംഭാഷണം എഴുതുകയാണ്. നമ്മുടെ സമയം തീരാറായി. അപ്പോൾ അത് ജസ്റ്റ് ഒന്ന് വായിക്കാം. നിങ്ങൾക്ക് പറ്റുമെങ്കിൽ എഴുതുക. ഒന്ന് ശ്രമിക്കുക. പറ്റാണ്ടില്ല, പറ്റും. ഓക്കെ, 4th സ്റ്റാൻഡേർഡിൽ എത്തില്ലേ? സംഭാഷണമൊക്കെ എഴുതാൻ പഠിക്കുക. ക്യാമ്പിൽ നിന്നും വീട്ടിൽ എത്തിയ മനു അമ്മയുമായി നടത്തുന്ന സംഭാഷണം എഴുതുക. പൂർത്തിയാക്കാം. അമ്മ, എങ്ങനെയുണ്ടായിരുന്നു ക്യാമ്പ്? മനു, അവിടെ വിട്ടു ഭാഗം. മനു എന്താ അതിന് മറുപടി പറയല്? അമ്മയോട് അമ്മ എങ്ങനെയുണ്ടായിരുന്നു ചോദിക്കുമ്പോൾ വിശേഷം പറയില്ലേ നിങ്ങൾ? സ്കൂളിൽ വന്നു കഴിഞ്ഞാൽ പോയ വിശേഷമൊക്കെ നിങ്ങൾ പറയില്ലേ? അപ്പോൾ അതുപോലെ ക്യാമ്പിൽ എങ്ങനെയുണ്ടായിരുന്നു ചോദിച്ചപ്പോൾ അതിനുള്ള മറുപടി പറയണം. അമ്മ, ഭക്ഷണമൊക്കെ കൃത്യസമയത്ത് കിട്ടുമോ? അപ്പോൾ അതിനൊരു മറുപടി പറയണം. പിന്നെ അടുത്ത ചോദ്യം എന്തായിരിക്കും? അപ്പോൾ മനു അതിനുള്ള ഉത്തരം പറഞ്ഞിട്ടുണ്ട്. ക്യാമ്പിൽ ധാരാളം പേരുണ്ടായിരുന്നു. അപ്പോൾ അമ്മ എന്താ ചോദിക്കണ്ടേ? ക്യാമ്പിൽ കുറേ പേരുണ്ടായിരുന്നോ എന്നൊക്കെ ചോദിക്കണ്ടേ? അപ്പോൾ അതൊരു ചോദ്യമായിട്ട് എഴുതുക. പിന്നെ അമ്മയുടെ അടുത്ത ചോദ്യം, മനുവിൻ്റെ ഉത്തരം എവിടെയുണ്ട്? എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു. അപ്പോൾ നാടകം എല്ലാവർക്കും ഇഷ്ടപ്പെട്ടോ എന്ന് അങ്ങനെ ആയിരിക്കും അല്ലേ? അപ്പോൾ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു. അമ്മ, നാടകം കണ്ടിട്ട് സത്യൻ സാർ എന്താ പറഞ്ഞേ? അപ്പോൾ അതിനുള്ള മറുപടി എഴുതണം. സിമ്പിളാണ്. ഒന്ന് എഴുതാൻ ശ്രമിക്കുക എല്ലാവരും. ഓക്കെ.
ആർ യു റെഡി? യെസ് മിസ്. ഓക്കെ, വെരി ഗുഡ്. ഓക്കെ ഓക്കെ ഡിയേഴ്സ്, അടുത്ത ക്ലാസ്സിൽ ഫുൾ വായനയാണ്, ഫുൾ വായിപ്പിക്കലാണ്. എല്ലാവരും വീട്ടിൽ നിന്ന് ഒരു 3 പ്രാവശ്യമെങ്കിലും ടെക്സ്റ്റ് ബുക്ക് വായിക്കുക. ഓക്കെ, എല്ലാവരെ കൊണ്ടും വായിപ്പിക്കും. ഓക്കെ. ഓക്കെ ഓക്കെ, ബൈ. എനിക്ക് തെറ്റില്ല. ഓ, തീർത്ഥക്ക് Miss, ടെക്സ്റ്റ് ബുക്ക് ഇല്ല അല്ലേ? ആ ഓക്കെ. തീർത്ഥ മിസ്സിനൊരു അല്ലെങ്കിൽ ഗ്രൂപ്പിൽ മിസ് ഇട്ട് തരാം ടെക്സ്റ്റ് ബുക്കിൻ്റെത്. ഗ്രൂപ്പിൽ ഇടണമെങ്കിൽ ഇടാം, അല്ലെങ്കിൽ തീർത്ഥ ഒരു ഹായ് അയച്ചാൽ മതി, മിസ് പേഴ്സണലായിട്ട് അയച്ചു തരാം. ഓക്കെ, മിസ്സിന്റെ നമ്പർ അറിയാലോ? 96 പെട്ടെന്ന് എഴുതിയെടുത്തോ. ഓക്കെ.